ധനു, ധനുസ് അല്ലെങ്കിൽ ധനുർമകൾ. ഹിന്ദു കലണ്ടറിലെ മലയാളം കലണ്ടർ എന്നതിലെ ഒരു മാസമാണ് ധനുമാസം. ഇത് ഗ്രിഗോറിയൻ കലണ്ടറിൽ കൂടാതെ ധനുരാശി. മറ്റ് പേരുകൾ: വേദഗ്രന്ഥങ്ങളിൽ ധനുമാസത്തെ സാഹസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ അതിന് രാശിചക്ര ബന്ധങ്ങൾ ഒന്നുമില്ല. ധനുവിൻ്റെ സൗരമാസം അതിൻ്റെ ചാന്ദ്രമാസവുമായി ഓവർലാപ്പ് ചെയ്യുന്നു. പൗഷ ഹിന്ദു ചാന്ദ്ര സൗര കലണ്ടറുകളിൽ ധനു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ശൈത്യകാലത്തെ അടയാളപ്പെടുത്തുന്നു. അതിനു മുമ്പ് വൃശ്ചിക എന്ന സൗരമാസവും തുടർന്ന് മകരം എന്ന സൗരമാസവും വരുന്നു. ധനുസ്സു മാസത്തെ തമിഴ് ഹിന്ദു കലണ്ടറിൽ മാർഗലി എന്ന് വിളിക്കുന്നു. വൃശ്ചികത്തിൻ്റെ ദൈർഘ്യം 29 ദിവസമായി കണക്കാക്കുന്നു. 8 മണിക്കൂറും 24 മിനിറ്റും 48 സെക്കൻഡും. ആര്യ സിദ്ധാന്തം വിപരീതമായി വൃശ്ചികത്തിൻ്റെ ദൈർഘ്യം 29 ദിവസവും 7 മണിക്കൂറും 37 മിനിറ്റും 36 സെക്കൻഡുമായി കണക്കാക്കുന്നു. സൂര്യസിദ്ധാന്തം ഇന്ത്യയിലെ പുരാതന മധ്യകാല സംസ്കൃത ഗ്രന്ഥങ്ങൾ മറ്റ് മാസങ്ങളെപ്പോലെ തന്നെ ധനുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ധനുർമാസ് അല്ലെങ്കിൽ ധനുർമാസത്തെ ചാപമാസ്, കോദണ്ഡമാസ്, കാർമുകമാസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ചാപ്പ, കോദണ്ഡ, കാർമുക മുതലായവ ധനുസ്സിൻ്റെ പര്യായങ്ങളാണ്. വില്ല് എന്ന അർത്ഥം. ഇത് മാർഗശിര മാസമാണ്. തമിഴിൽ മാർഗഴി മാസം എന്നും അറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മാസനം മാർഗശിരശോഹം. അർത്ഥമാക്കുന്നത് മാസങ്ങളിൽ ഞാൻ മാർഗശിരയാണ്. ധനുർമാസത്തെ ശൂന്യമാസം എന്നും വിളിക്കുന്നു. കാരണം ദൈവികവും വിശുദ്ധവുമായ ചടങ്ങുകൾ അല്ലാതെ മറ്റൊന്നും നടത്തരുതെന്ന് പൊതുവെ ഉപദേശിക്കപ്പെടുന്നു.